ദെൻ നെക്സ്റ്റ് വൺ ഓവർ ടൈം. ഓക്കെ, ഐഡിയൽ ടൈം എന്ന് പറഞ്ഞു നമുക്ക് വർക്കിനിടയിൽ നമുക്ക് നഷ്ടമാകുന്ന അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമിനെയാണ് നോർമൽ ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാനുള്ളത് ഓവർ ടൈം. ഓവർ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതായത് നോർമൽ വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? ഓവർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എവരി ഓർഗനൈസേഷൻ നോർമൽ വർക്കിംഗ് അവേഴ്സ് പെർ ഡേ ആൻഡ് പെർ വീക്ക് വുഡ് ബി ഫിക്സഡ്. എല്ലാ ഓർഗനൈസേഷനിലും എന്താണ്? നോർമൽ വർക്കിംഗ് അവേഴ്സ് ഒരു ദിവസം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഇത്ര ദിവസം ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നൊരു ഫിക്സഡ് ടൈം അവിടെ ഉണ്ടായിരിക്കും. സംടൈംസ് വർക്കേഴ്സ് വിൽ ഹാവ് ടു വർക്ക് ബിയോണ്ട് ദി നോർമൽ വർക്കിംഗ് അവേഴ്സ്. ചില സമയങ്ങളിൽ എന്തായിരിക്കും? വർക്കേഴ്സിന് വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓവർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് ഡൺ ബിയോണ്ട് ദി നോർമൽ ഓർ റെഗുലർ വർക്കിംഗ് അവേഴ്സ് ഈസ് കോൾഡ് ഓവർ ടൈം. നോർമൽ വർക്കിംഗ് അവേഴ്സ് അല്ലെങ്കിൽ റെഗുലർ വർക്കിംഗ് അവേഴ്സിനേക്കാളും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ടൈം എന്ന് പറയുന്നത്. Okay, according to Indian Factories Act 1948, any worker who works for more than 9 hours a day or 48 hours week is said to have worked overtime, and overtime is to be paid at double and normal rate. അതായത് എന്താ പറഞ്ഞത്? അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948, ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം എനി വർക്കർ ഹൂ വർക്ക്സ് ഫോർ മോർ ദാൻ 9 hours, അതായത് ഏത് വർക്കറാണെങ്കിലും ആ ഒരു വർക്കർ 9 hours കൂടുതൽ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓർ 48 hours എ വീക്ക് ഈസ് സെറ്റ് ടു ഹാവ് വർക്ക്ഡ് ഓവർ ടൈം ആൻഡ്, അതായത് 9 hours കൂടുതൽ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ 48 hours വീക്കിൽ 48 hours കൂടുതൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത്തരത്തിലുള്ള എംപ്ലോയീസിനെ അത്തരത്തിലുള്ള ആ ഒരു ടൈം നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഓവർ ടൈം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്താണ്? അവർക്ക് നോർമൽ റേറ്റിനേക്കാളും ഡബിൾ പേയ്മെൻറ്റ് അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത് ഓവർ ടൈം എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, എനി ടൈം വർക്ക്ഡ് ഓവർ ആൻഡ് എബോവ് നോർമൽ ടൈം ഈസ് കോൾഡ് ഓവർ ടൈം. ദ അഡീഷണൽ എമൗണ്ട് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഓവർ ടൈം ഈസ് നോൺ ആസ് ഓവർ ടൈം പ്രീമിയം. അതായത് നോർമൽ ടൈമിനെക്കാട്ടും കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഓവർ ടൈം എന്നാണ് പറയുന്നത്. അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോൾ അത്തരം എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീമിയം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് എന്ത്? ഓവർ ടൈം പ്രീമിയം. ഇനി ദ നീഡ് ഫോർ ഓവർ ടൈം അറൈസസ് ഡ്യൂ ടു ഫോളോയിങ് കോസസ്. എന്തൊക്കെ കാരണം, അതായത് ഓവർ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തണം. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പറയുന്നത് ഇനാഡിക്വേറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അതായത് പ്രോപ്പറായിട്ടുള്ള വർക്കേഴ്സ് അവൈലബിൾ അല്ല, അഡിക്വേറ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോൾ 5 ആൾ വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ആകെ 2 ആളുണ്ടെങ്കിൽ ബാക്കി 3 ആളുടെ വർക്ക് കൂടെ ആരെന്നെ ചെയ്യണം? ഈ 2 ആൾ കൂടെ വർക്ക് ചെയ്യണം. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അവർക്ക് അത്രയും സമയം കുറച്ചുകൂടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓവർ ടൈമിന് കാരണമാവുന്നുണ്ട്. ദെൻ അർജൻറ്റ് ഓർഡർ ടു ബി എക്സിക്യൂട്ടഡ്. പെട്ടെന്നൊരു ഓർഡർ വരികയാണ്, നമുക്ക് ഇന്ന് ഓർഡർ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അങ്ങനെ പെട്ടെന്നൊരു അർജൻറ്റ് ഓർഡർ വരികയാണെന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓവർ ടൈം എടുക്കേണ്ടി വരും. അതുപോലെ നോൺ അവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സ്, പ്രോപ്പർ വർക്കേഴ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സ് അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? നോർമൽ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ദെൻ ഷോർട്ടേജ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് സ്പേസ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ അല്ല, അതുപോലെ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിലും, അതുപോലെ സീസണൽ റഷ് ഓർ ബിസി സീസൺസ് എക്സെട്ര. അതായത് സീസണൽ റഷ്, അതായത് ബിസി സീസൺ, അതായത് ഒരു സീസൺ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്ഷൻ നടത്തേണ്ടി വരും. സോ അതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഓവർ ടൈം വർക്ക് ചെയ്യാൻ ഒരു കാരണമാകുന്നുണ്ട്. അതായത് ഓവർ ടൈം നമുക്ക് ആ സമയം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ വരും ഓവർ ടൈം അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഓവർ ടൈമിൽ പറയുന്നത്. നോർമൽ ടൈമിനെക്കാട്ടും കൂടുതൽ സമയം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓവർ ടൈം എന്ന് പറയും. അങ്ങനെ കൊടുക്കുന്ന അതിൽ കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റിന് നമ്മൾ ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓവർ ടൈം ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓവർ ടൈമിൻ്റെ എങ്ങനെയാണ് ഓവർ ടൈം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. First one, if overtime is worker at the customer request to expedite a delivery, the overtime cost of premium should be charged to that job or work order at direct labor cost. എന്താണ്? overtime is worked at the customer's request അനുസരിച്ചിട്ട് or they complete the job or work order within the specific date. കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓവർ ടൈം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എങ്ങനെയാണ്? വർക്ക് ഓർഡർ ഡയറക്റ്റ് ലേബർ കോസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ലേബർ കോസ്റ്റിനാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്.
പിന്നെ പറയുന്നത് ഇഫ് ഓവർ ടൈം ഈസ് വർക്ക്ഡ് റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ ആസ് മാനേജ്മെൻറ്റ് പോളിസീസ് ഡ്യൂ ടു ലേബർ ഷോർട്ടേജ്, ഓവർ ടൈം കോസ്റ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ലേബർ കോസ്റ്റ് ബൈ distributing its over total hours worked. It means all jobs should be charged at average rate. അതായത് ലേബർ പോളിസീസ് പ്രകാരം ലേബർ ഷോർട്ടേജ് കാരണം ലേബർ പോളിസീസിൽ, അതായത് മാനേജ്മെൻറ്റ് പോളിസി എടുക്കുകയാണ്, മാനേജ്മെൻറ്റ് പോളിസി പ്രകാരം എന്ത് പറയുകയാണ്, ലേബർ ഷോർട്ടേജ് ആണ്. അതുകൊണ്ട് എന്താണ്, റെഗുലർലി ത്രൂ ഔട്ട് ദ ഇയർ, ആ വർഷം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ത്രൂ ഔട്ട് ദ ഇയർ റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം, ഓവർ ടൈം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക, അങ്ങനെയുള്ള ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ്, അത് കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, ആവറേജ് റേറ്റ് പ്രകാരമായിരിക്കും അവിടെ ഇത് നടത്തുന്നുണ്ടായിരിക്കുക പേയ്മെൻറ്റ്. അതായത് ആ രീതിയിലായിരിക്കും അവിടെ കോസ്റ്റ് അക്കൗണ്ട്സിൽ ഓവർ ടൈം ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ലേബർ ഷോർട്ടേജ് കാരണം നമ്മൾ ലേബർ പോളിസീസിൽ പറയുകയാണ് ത്രൂ ഔട്ട് ദ ഇയർ എന്ത് ചെയ്യണം, നമ്മൾ ഓവർ ടൈം എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിൽ ഓവർ ടൈം ട്രീറ്റ് ചെയ്യുന്നത് അതിൽ ആവറേജ് റേറ്റ് എടുത്തിട്ടായിരിക്കും നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് ഇഫ് ഓവർ ടൈം ഈസ് വർക്ക് റെഗുലർലി ടു മീറ്റ് സീസണൽ പ്രഷർ ഓർ ബിസി സീസൺ, ഓവർ ടൈം ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫാക്ടറി ഓവർ ഹെഡ്, ഹെൻസ് ഓൾ ജോബ്സ് വുഡ് ബി ചാർജ്ഡ് നോർമൽ. എന്താ പറയുന്നത്, ഇറഗുലർലി ആയിട്ട്, അതായത് എന്തെങ്കിലും സീസണൽ കാരണം, അതായത് ഇപ്പോൾ ഡിമാൻഡ് കൂടുകയാണ്, പെട്ടെന്ന് ആ ഒരു സീസൺ സമയത്ത് മാത്രം ഡിമാൻഡ് കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഈ സ്കൂൾ തുറക്കാം ജൂൺ, മാർച്ച്, ഏപ്രിൽ, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ടും ബാഗുകളൊക്കെ പർച്ചേസ് ചെയ്യുക അല്ലേ. സ്കൂൾ തുറക്കേണ്ട ആ സമയമാകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ബാഗുകളൊക്കെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പ്രൊഡക്ഷൻ നടത്തി വയ്ക്കണം. അപ്പോൾ ബാഗുകളുടെ പ്രൊഡക്ഷൻ നടത്തണം. സോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഓവർ ടൈം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത് നോർമൽ റേറ്റിലായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഓക്കെ, നോർമൽ റേറ്റിലായിരിക്കും അവിടെ ഓവർ ഹെഡല്ല ഓവർ ടൈമിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഇഫ് ഓവർ ടൈം ഈസ് നെസസേറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ റീസൺസ്, ദ ഓവർ ടൈം പ്രീമിയം ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇഫ് ഓവർ ടൈം ഈസ് നെസസേറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് അബ്നോർമൽ റീസൺസ്, എന്തെങ്കിലും അബ്നോർമൽ റീസൺസ് കാരണമാണ് നമുക്ക് അവിടെ ഓവർ ടൈം എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓവർ ടൈം ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് എങ്ങനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഈ ഓരോ സിറ്റുവേഷനിലും ഓവർ ടൈം എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് വർക്കേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രീമിയം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞത്, കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം എന്തെങ്കിലും നമ്മൾ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഡയറക്റ്റ് ലേബർ കോസ്റ്റിലായിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള ത്രൂ ഔട്ട് ദ റെഗുലർലി നമ്മൾ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ്, അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആവറേജ് റേറ്റ് ആയിരിക്കും എടുക്കുന്നത്. പിന്നെ പറയുന്നത് ഇറഗുലർലി നമ്മൾ ഓവർ ടൈം എടുക്കുകയാണ്, എപ്പോഴും ഇല്ല, ഇടയ്ക്ക് മാത്രം, ആ ഒരു സീസൺ സമയത്ത് മാത്രം നമ്മൾ ഇറഗുലർലി നമ്മൾ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നോർമൽ റേറ്റ് ആയിരിക്കും അവിടെ എടുക്കുന്നുണ്ടായിരിക്കുക. ദെൻ ലാസ്റ്റ് എന്താ പറഞ്ഞത്, എന്തെങ്കിലും അബ്നോർമൽ റീസൺസ് കാരണം നമ്മൾ ഓവർ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതിന് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ.